ഇവിടെ ടേപ്പൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവന്റെ വായ മൂടിക്കെട്ടുന്നത്? ഇരിക്കാൻ. അമ്മയുടെ മരുമോണിങ് എത്തിയോ? ഇല്ല. ഇല്ലെങ്കിലേ മരുമോളെടുത്ത് കണ്ണനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറയണം. പറയാം കേട്ടോ, ഇപ്പൊ തന്നെ പറയാം. കണ്ണനെ മാത്രമല്ല, അവന്റെ രണ്ടാനമ്മയെ ഉണ്ണിയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അവരൊന്നും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ലമ്മേ. കണ്ണനെ കാണണം, കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. കണ്ണനോട് പറയാനുള്ളതൊക്കെ നേരിട്ട് പറഞ്ഞാലേ എനിക്ക് തൃപ്തി കിട്ടൂ. ഡാ, നിന്റെ മോളുടെ ജീവിതം തോലയ്ക്കുന്ന പണിയാ നീ കാണിക്കുന്നത്. അവളുടെ ജീവിതം തൊലഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വിശ്വനാഥൻ ഇനി എന്റെ മുമ്പിലേക്ക് വരുമ്പോ അവൻ പരാതി പറയരുത്. ഇന്ന് രാത്രി കൃത്യം 10 മണിക്ക് വരാന്ന് അവൻ പറഞ്ഞിരിക്കുന്നേ. ആത്മാക്കള് വാച്ചൊക്കെ നോക്കോടാ. മരിച്ച സമയത്ത് കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വാച്ച് നോക്കില്ലേ? ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രതാപ? അന്നേ കണ്ണനെയും മഹാലക്ഷ്മിയെയും നീ ലോറി ഇടിച്ച് കൊല്ലാൻ പോയപ്പോ നീ ശരിക്കും മരിച്ചായിരുന്നോ? അല്ല, ജീവിച്ചിരിക്കുന്ന എന്റെ മോനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പൊ ശരിക്കും ആത്മാവാണോടാ പ്രതാപ? അമ്മയെ വേണമെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലട്ടെ. അപ്പ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ ആത്മാവാണോ അതോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണോന്നോ. നീ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. അതാണ് അവസ്ഥ. അമ്മേ, ഒരു മസാല ടീ കിട്ടുമോ? പിന്നെ ഇപ്പൊ കൊണ്ടുവരാം. മധുരം വേണോ? കടുപ്പം കുറച്ച് മധുരം കൂട്ടി. ഇപ്പൊ എടുക്കാം കേട്ടോ. അവളോട് ഞാൻ ഇവിടുന്ന് പോയപ്പോ തന്നെ പറഞ്ഞതാ, ഒരു കാരണവശാലും കണ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുതെന്ന്. എന്നിട്ടും മനഃപൂർവ്വം അമ്മായിയമ്മ മരുമാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുക. അവളുമാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ കണ്ണനോടൊന്നും പറയാത്തതിന്റെ പേരിലെ ലക്ഷ്മിയെ കുറച്ച് പഴിക്കുമായിരിക്കും. എന്നാലും അവളെ നെഞ്ചിനകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ണൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. എന്റെ കുഞ്ഞിനാ കണ്ണൻ സത്യം അറിഞ്ഞ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഉണ്ണി പോലും അവളെ അവന്റെ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പോകുന്നില്ല. ഒന്നല്ലോ. ഇയാളോട് ദേഷ്യമാണെന്നറിയാം. എങ്കിലും ഈ വീട്ടിൽ നിന്നല്ലേ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ടു പോയത്. ആ നിലയ്ക്ക് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ മുത്തശ്ശിക്ക് വരായിരുന്നില്ലേ? എന്റെ കണ്ണമോനെ അതെങ്ങനെ വരും? ഒരുത്തനാണെങ്കിൽ ഇവിടെ തലയ്ക്ക് വെളിവില്ലാതെ കിടക്കുക. അവനാണെങ്കിലേ ഇപ്പൊ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് അവന് പോലും അറിയത്തില്ല. കണ്ണമോന് കേൾക്കണോ? കഴിഞ്ഞ രാത്രിയില് സ്വന്തം അമ്മയായി എന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി പ്രതാപൻ. ആ നേരത്ത്
അവൻ അമ്മയാണ് മകളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഒരു ബോധവും ഇല്ല. അതുപോലെ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുവോ, ഓ വയറു നോക്കിയെന്ന് ചവിട്ടുവോ ചെയ്ത അതോടെ തീർന്നില്ലേ? എന്നിട്ട് ആളെവിടെ? അവനെ ഞാൻ മുറിക്കകത്തിട്ട് പൂട്ടി. പിന്നെ ഞാൻ അടുക്കളയിലായിരുന്ന സമയത്താ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് മോന്റെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് മോന്റെ അച്ഛനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ദേ ഈ റോഡിലോട്ട് ഇറങ്ങിയ റോഡിൽ കൂടെ പോകുന്നവരുടെ എല്ലാം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും. അവരുടെ കുടുംബത്തിലുള്ളവരെ ഒക്കെ കൊന്നത് ഇവനാണെന്ന് അവൻ പറയുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നേ? എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് ലോറിയെ പോയപ്പോ അവൻ എങ്ങനെയാ അപകടം പറ്റിയെന്ന് ഒന്നും ഞങ്ങൾക്ക് ഒരു നിശ്ചയവും ഇല്ല. എന്തായാലും അവന്റെ തല എവിടെയോ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഈ തലയ്ക്ക് വെളിവില്ലാത്തത്. അല്ല ഇപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റും? ഒരു കാരണവശാലും മോൻ കാണരുത്. ചത്തുപോയ മോന്റെ അച്ഛനെ അവന് ഒരു പരിചയവും ഇല്ലല്ലോ. എന്നാലും പരിചയം ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. മോന്റെ അച്ഛനും അവനും തമ്മില് എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാ മോന്റെ അച്ഛനെ അവൻ താറടിക്കുന്നത്. ആ സമയത്ത് പെറ്റ തള്ള സഹിക്കാത്ത വാക്കുകളാ അവൻ പറയുന്നത്. അതുകൊണ്ടാ അവന്റെ വായിക്കകത്ത് തേ പൊട്ടിച്ച് വാമൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മോനിരിക്കെ മോളെ വാ വാ മോള് വാ, വന്നാട്ടെ. വാ വാ. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് വന്നിരിക്ക. പിന്നെ കണ്ണും വരണോന്ന് പറഞ്ഞ് എനിക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി അച്ഛനെ കണ്ടിട്ടും കാണും അമ്മേ. അതെങ്ങനെ കാണാനാ? നേരത്തെ അച്ഛൻ വീൽ ചെയറിലായിരുന്നപ്പോ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു സ്ലോപ്പ് വെച്ചിരുന്നല്ലോ. ഓ അതുവഴി അവനെ കാണാൻ വേണ്ടി കണ്ണം വലിഞ്ഞു കയറുവോ? എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്കും അവനെ പോലെ വട്ടായോ? മോള് വാ. ഞാനാ കണ്ണനാ. മോനെ കണ്ണാ, കണ്ണാ മോനെ, കണ്ണാ മോനെ, എന്റെ മോനെ. എന്താ നിങ്ങക്ക് എന്നോട് പറയാനുള്ളത്? മോനെ കണ്ണാ, ഞാനൊരു മഹാപാപം നിന്നോട് ചെയ്തടാ. അത് ലക്ഷ്മി നിന്നോട് പറഞ്ഞെന്നാ എന്നോട് പറഞ്ഞേ. അതൊക്കെ കഴിഞ്ഞ് ഇന്നാ ഞാൻ അറിയുന്നേ അത് നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന്. അതോടെ എന്റെ സങ്കടം കൂടിയടാ. വിശ്വനാഥൻ നിന്റെ അച്ഛൻ, അവൻ രാത്രി വരുമ്പോ എന്നോട് ആ കാര്യം പറഞ്ഞോന്നാ ചോദിക്കുന്നേ. എന്ത് കാര്യം? മോനെ കണ്ണാ, നീ നിന്റെ അച്ഛനും കൂടെ ബൈക്കിൽ വരുമ്പോഴാണല്ലോ ഒരു ലോറി ആ ബൈക്കിലോട്ട് പാഞ്ഞു കയറുന്നേ. ആ ലോറി ആരുടേതാണെന്ന് മോൻ അറിയാമോ? ചോദിക്ക് ആരുടേതാണെന്ന് ചോദിക്ക്.
ആരുടെയാ? അത് ഈ മഹാബാബിയുടെ ലോറിയായിരുന്നു മോനെ. എന്റെ ലോറിയാ നിന്റെ അച്ഛനോടിച്ചിട്ട് ബൈക്കിലേക്ക് പാഞ്ഞു കയറിയത്. ഞാനാ നിന്റെ അച്ഛന്റെ കൊലയാളി. കണ്ണാ, നിന്നെ ഈ വീൽ ചെയറിനകത്ത് ഇരുത്തിയത് ഞാനാടാ. ആ! കൊല്ല്, കഴുത്ത് ജനിച്ചു കൊല്ല്. നിന്റെ അച്ഛനുമായിട്ട് ഞാനൊന്ന് ഒരുമിക്കട്ടെ. കൊല്ലു മോനെ, കൊല്ല്. കണ്ടാ, നീ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റോ മോനെ. നീ എന്നെ ഒന്ന് കൊന്നതാടാ, കൊന്നതാടാ ഒന്ന്. തനിക്ക് വെളിവില്ലാതെ താനിതൊക്കെ പറയുന്നേ? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ മോന്റെ ഭാര്യയോട് പോയി ചോദിക്കേ, ലക്ഷ്മിയോട്. അന്ന് എന്റെ ലോറിയിൽ ലക്ഷ്മി ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഞാനാ അത് ചെയ്തേ. പോനെ, മോന്റെ അച്ഛൻ ഓടിച്ച ബൈക്ക് ഇടിച്ചു തീർപ്പിച്ചത് ഞാനാ. നല്ല മഴയുള്ളൊരു രാത്രിയായിരുന്നല്ലോ അത്. എന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടി ഓടിച്ചു പോയത് ഞാനാ മോനെ. അതിനൊക്കെ ലക്ഷ്മി സാക്ഷിയാ. പോവല്ലേ മോനെ. ബാക്കി പറയട്ടെ കണ്ണാ. പോവല്ലേ മോനെ. ബാക്കി പറയാനുണ്ട് മോനെ കണ്ണാ. ആക്സിഡന്റ് പുറകിൽ ഒരു ചരിത്രമുണ്ട് കേട്ടാ. ഞാൻ പറയട്ടെ കേട്ടാ മോനെ. കണ്ണാ. എന്നാലും അത്രയായല്ലോ, അത്രയെങ്കിലും പറഞ്ഞല്ലോ. എന്തൊരാശ്വാസം എനിക്ക്. ഒന്നുകിൽ അവൻ തന്നെ വന്ന് എന്നെ കൊല്ലും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മാർക്കോവിനെ പറഞ്ഞുവിടുമായിരിക്കും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാരെ പറഞ്ഞുവിടും. എന്തായാലും എന്റെ മരണം ഉറപ്പായി. മോനെ, കുടിക്കാൻ എന്താ വേണ്ടേ? ഇപ്പോ സദ്യയൊക്കെ കഴിച്ചല്ലേ ഉള്ളൂ അമ്മേ. ഇനിയിപ്പോ ഉടനെ ഒന്നും വേണ്ട. എന്നാ പിന്നെ മോനെ ഇവളെ വിളിച്ചോണ്ട് പോക്കോ. തനിക്കിവിടെ അമ്മയ്ക്കിപ്പോ ഒരു ദിവസം നിക്കണമെന്നുണ്ടോ? അയ്യോ, ഒരു കാരണവശാലും വേണ്ട. അകത്ത് കിടക്കുന്നവനെ ഉറക്കത്തിലാണെന്നാ തോന്നുന്നത്. അവൻ ഉണർന്നു കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണൻ ഇവിടുന്ന് ചെവിയും പൊത്തിപ്പിടിച്ചോണ്ട് പോകേണ്ടി വരും. അതുപോലെ ആയിരിക്കും ഈ വൃത്തികെട്ട സംസാരം കൊണ്ട് അഭിഷേകം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ കരുണയുടെ അച്ഛനെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചൂടെ? ചികിത്സിപ്പിക്കണം. അവനെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടിട്ടേ പറ്റൂ. നന്നായിട്ട് ചികിത്സിപ്പിക്കണം. അങ്ങനെയെങ്കിൽ തോമസ് സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ നല്ലത്. അദ്ദേഹത്തിന്റെ മരുന്ന് അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അത് ശരിയമ്മേ. എന്ത് ശരിയാന്ന്?
തോമസ് വൈദ്യൻ ആയുർവേദ ഡോക്ടറല്ലേ, അവിടെ കൊണ്ടുപോയതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മരുന്നുകൾക്കൊക്കെ അത്ഭുത സിദ്ധിയുള്ള കൂട്ടത്തിലാ. അത് മോനെ, ഇവനെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധരെ കാണിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ തോമസ് വൈദ്യന്റെ അടുത്തൊന്നും ഇത് നിൽക്കൂല. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നത് കരുണയുടെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാ. കരുണയുടെ അച്ഛന് എന്നോടെന്തോ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് തവണ അങ്ങേര് ശ്രമിച്ചതാ. മോനോട് എന്താ പറയാൻ പോകുന്നതെന്ന് ഞങ്ങള് പറഞ്ഞല്ലോ. പിന്നെ ചടങ്ങിന് അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞല്ലോ. അവൻ പറയുന്നതൊന്നും മോൻ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. ലക്ഷ്മി, കണ്ണമോനെ വിളിച്ചോണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉണരുന്നതിന് മുമ്പ് പോകുന്നതാണ് നല്ലത്. എന്നപ്പോ ചെല്ലു മോളെ. തൽക്കാലം വലിയൊരു അപകടം ഒഴിവായിപ്പോയി. എന്റെ ഈശ്വര. പോയിട്ട് വരാമേ. ഓരോന്നിൻ്റെയൊക്കെ സ്നേഹപ്രകടനം കണ്ടില്ലേ? എന്റെ കുഞ്ഞിന് വയറ്റിലുണ്ടായിരുന്നപ്പം ഇവൾക്ക് കർണമോളുടെ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ, ഒരു ദിവസം നിന്റെ മോൾക്ക് ഇവിടെ നിക്കണോന്ന്. പിന്നെ നിർത്താഞ്ഞ എന്താ? നിർത്തണമെങ്കിൽ നിർത്തും. വിളിച്ചു പറയട്ടെ. പറ. അത് മാത്രല്ല എല്ലാം പറയും. പ്രതാപനാണ് നിന്റെ മരുമോന്റെ അച്ഛനെ കൊന്നതെന്ന് അവൻ പറയുന്നതിന് മുമ്പ് നീ തന്നെ അങ്ങ് പറ. അതോടെ ഈ ആദി അവസാനിക്കുമല്ലോ. ആ കാര്യത്തിൽ എന്റെ ലക്ഷ്മി മോൾക്കും ചെറിയൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് മാത്ര ഞാനും അവള് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. കണ്ണനോട് സത്യം പറയാൻ കഴിയാത്തതിന്റെ സങ്കടമുണ്ട് എന്റെ മോൾക്ക്. കള്ളം പറഞ്ഞ് ശീലിച്ച നാവല്ല എന്റെയും അവളുടേതും. നീയൊക്കെ സത്യവാദികള്. കള്ളം പറയുന്ന നാവ് ഞങ്ങടെ. അതുകൊണ്ട് സത്യവാന്റെ സാവിത്രിമാര് പറയാനുള്ളതൊക്കെ കണ്ണനോട് വിളമ്പ്. അതിനുശേഷം എന്റെ കരുണമോൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ശരി, നിന്റെ മോൾക്കും പരിക്കുണ്ടാവും. കൂടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തൊന്നും വേണ്ട. അതിനു മാത്രം തെറ്റൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. അവളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും കണ്ണനോട് സത്യം പറയാത്തതിന്റെ കുറ്റബോധം. അതുകൊണ്ട് മാത്ര എന്റെ മോള് എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നത്. കേട്ടല്ലോ കണ്ണൻ പറഞ്ഞത്. കണ്ണൻ ഞങ്ങൾക്കൊപ്പം വന്നത് ഈ വീട്ടിലേക്ക് വരാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പ്രതാപേട്ടനെ കാണാൻ തന്നെയാ. പ്രതാപേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് കണ്ണന് പിടികിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും അമ്മയുടെ മോനെ കാണാൻ എന്റെ മരുമോൻ വരുമോന്ന് പറയാൻ പറ്റില്ല. അതിനു മുൻപ് അങ്ങേരെ ചികിത്സിപ്പിച്ച് നേരെയാക്കാൻ നോക്ക്. ലക്ഷ്മിയുടെ ജീവിതം തകരുന്നത് നിങ്ങൾക്കൊക്കെ വേദനയല്ല, അത് സന്തോഷം തന്നെയാ. എന്നാ അതുപോലെയല്ല കരുണയുടെ കാര്യം. അവളെ ഉണ്ണി തള്ളിക്കളഞ്ഞാൽ
അത് അമ്മയ്ക്കും പഴയപടിയാകുന്ന അമ്മയുടെ മോനും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അയാൾക്ക് വട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്തൊരു മാറ്റമായിപ്പോയി. അയാളുടെ കൈയും കാലം കെട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടേണ്ടതാ. അത് ചിലപ്പോ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് മരിക്കാൻ പോകുന്നത് മഹിയായിരിക്കും. ഇനി എന്താന്ന് അറിയില്ലല്ലോ. വാ